മഴയൊക്കെ എത്തിയതോട് കൂടിയിട്ട് ഈ പകർച്ചവ്യാധികൾ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പിന്നെ ഡെങ്കിപ്പനി, മലമ്പനി, എലിപ്പനി ഇതെല്ലാം ഇപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ സ്കൂളൂടെ തുറക്കാൻ പോവാണ്. അപ്പം ഈ കുട്ടികൾക്കും ഒരാൾക്കും അറിയാമല്ലോ, ഒരു ക്ലാസ്സിൽ ഒരു കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ എല്ലാ കുട്ടികൾക്കും പനി വരും. ഈ ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഓരോ ദിവസവും നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ക്ലിനിക്കുകളെടുത്ത് അല്ലെങ്കിൽ മുഴുവൻ ഹോസ്പിറ്റലുകളെടുത്ത് അല്ലെങ്കിൽ 7000-ഓളം ആൾക്കാർ പനി ബാധിച്ച് മാത്രം ചികിത്സ തേടി എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ സർക്കാർ, അത് പുതിയ സർക്കാർ വന്നല്ലോ, ഒരു പനി ക്ലിനിക്ക് പോലും എവിടെയും സ്റ്റാർട്ട് ചെയ്യാൻ സർക്കാരിന് പറ്റിയിട്ടില്ല. കാരണം രോഗബാധിതരുടെ എണ്ണം കൂടുന്നുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നും ആരോഗ്യ മേഖലയ്ക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല, പുതിയ സർക്കാർ വന്നതിന് ശേഷം. നമ്മൾ പുതിയ സർക്കാർ പലർക്കും ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റും. കാരണം പുതിയ സർക്കാർ വന്നിട്ട് അധികകാലമായിട്ടില്ല എന്ന് പറയാം. വളരെ കുറച്ച് കാലമല്ലേ ആയിട്ടുള്ളൂ. ഞങ്ങളപ്പോൾ ഇതൊക്കെ ഒന്ന് സിസ്റ്റത്തെക്കുറിച്ചൊന്ന് പഠിച്ചു വരേണ്ടതുണ്ട്. സിസ്റ്റത്തെക്കുറിച്ച് പഠിച്ചു വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതൊരു മോശപ്പെട്ട പ്രവണതയാണ്. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊരു മോശപ്പെട്ട പ്രവണതയാണ്. ഇവിടെ എല്ലാ വർഷവും ഈ ജൂൺ ജൂലൈ മാസം തുടങ്ങുന്നതോടുകൂടി അല്ലെ ജൂൺ മാസം ആരംഭിക്കുന്നതോടുകൂടി എല്ലായിടത്തേക്കും എനിക്കൊന്ന് വേനൽ മഴ കണക്ട് ചെയ്തായിരിക്കും ഇത്തവണ കാലവർഷം പോവുക. ഇപ്പോൾ വേനൽ മഴയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം വേനൽ മഴ മാറാൻ ഇനി 2-3 ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് വേനൽ മഴ അവസാനിക്കുന്നു. പിന്നെ ആസ് യൂഷ്വൽ നമുക്ക് കാലവർഷത്തിലേക്ക് പോകും. അപ്പോൾ ഇപ്പം തന്നെ ഏറെക്കുറെ പനിബാധിതരുടെ എണ്ണം പിന്നെ പ്രതിദിനം 5000-6000 ഒക്കെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇവിടെ പറയാൻ പറ്റുമോ? 10 ദിവസമായില്ലേ അധികാരം ഏറ്റിട്ട്, ഇനിയും പറയാൻ പറ്റുമോ ഞങ്ങളിത് വ്യവസ്ഥ പഠിക്കട്ടെ എന്ന്? ഇത്രയും കാലം വീണ ജോർജ് എന്ന് പറയുന്ന ഒരു മന്ത്രിയെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ വിമർശിച്ചുകൊണ്ടിരുന്നത്? ആ വിമർശിക്കുമ്പോൾ കാര്യങ്ങൾ പഠിച്ചിട്ടായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് വിമർശിക്കുന്നത്. ഇന്ന ഇടങ്ങളിൽ പോരായ്മയുണ്ട്, ഇന്ന ഇടത്ത് പ്രശ്നങ്ങളുണ്ട്, ഇന്ന വകുപ്പുകൾ വലിയ ബുദ്ധിമുട്ടിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ട് പഠിച്ചു വെച്ചവർക്ക് കൃത്യമായി കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുന്നില്ല? അതല്ലേ വേണ്ടത്. സാധാരണക്കാർക്ക് അതാണ് ആവശ്യം. ഇവിടെ പനി ക്ലിനിക്കിലേക്ക് ചെല്ലുന്ന സമയത്ത് അവർക്ക് ക്ലിനിക്കിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ചികിത്സ ലഭിക്കണമെന്നേ. ഇവിടെ അതേസമയം ഹർഷിനയെ പോലെ ഒരാളെ ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് ഉപകാരസ്മരണ എന്നുള്ള പേരിൽ അവരെ പിടിച്ചിട്ട് അവിടെ പോസ്റ്റിംഗ് കൊടുത്തിട്ട് കാര്യമല്ലോ ഉണ്ടോ? ഹർഷിനെ എന്തിനാ ഇവിടെ പോസ്റ്റ് ചെയ്തു? അതൊരു വലിയ ചോദ്യമല്ലേ നമ്മുടെ മുന്നിൽ കിടക്കുന്നത്. അവിടെ ആരോഗ്യവകുപ്പ് ഇത്രയും ദിവസം തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ട് ചെയ്തൊരു പ്രവൃത്തി അതാണ്. ഹർഷിനയ്ക്ക് പിന്നെ അവിടെ മെഡിക്കൽ കോളേജിൽ ജോലി കൊടുത്തു. അതാണ് ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി. അതേസമയം അവിടെ പനി ക്ലിനിക്ക് ഓപ്പൺ ചെയ്തിട്ടില്ല കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അതേസമയം എന്തുകൊണ്ട് ഹർഷീനയ്ക്ക് മാത്രമായി ജോലി കൊടുത്തു? എത്രയോ പേര് മെഡിക്കൽ, ഇപ്പോൾ പറയുന്ന മഹേശൻ എന്ന് പറയുന്ന ഒരാൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് കാലിൽ മുറിവുണ്ടായി, മരക്കഷ്ണം അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അത് വെച്ച് കെട്ടി കൊടുത്തു വിട്ടു. പുള്ളിക്ക് എന്തുകൊണ്ട് കൊടുത്തില്ല? ഉഷ ജോസഫ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കാല് പിന്നെ ഉള്ളിൽ ഈ ഫോർസെപ്സ് കുടുങ്ങിപ്പോയ ഒരാളാണ്. എന്തുകൊണ്ട് ഉഷ ജോസഫിന് കൊടുത്തില്ല? അവർക്കൊരു 51 വയസ്സല്ലേ ഉള്ളൂ, കുറച്ചു കാലം കൂടെ സർവീസ് ചെയ്യുന്നതിനല്ലോ, എന്തുകൊണ്ട് കൊടുത്തില്ല? എന്തുകൊണ്ട് മലബാർ മേഖലയിൽ ഹർഷീനയ്ക്ക് മാത്രമായിട്ട് കൊടുത്തു? ഇതൊരു വലിയ പ്രതിസന്ധിയല്ലേ? അല്ലെങ്കിൽ ഇതൊരു വലിയൊരു ചിന്തയാണ്. എന്തിനാണ് ഹർഷീനയ്ക്ക് അവിടെ കൊടുക്കുന്നത്? ഹർഷീനയ്ക്ക് അതിന് മാത്രം എന്ത് യോഗ്യതയാണുള്ളത്? ഇവിടെ തീർച്ചയായിട്ടും ഇത്രയേ ഉള്ളൂ. കേരളത്തിൽ ഇവിടെ എന്താണ് ഇവിടെ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ UDF ശ്രമിച്ചുകൊണ്ടിരുന്നത്? എന്തിനായിരുന്നു UDF ശ്രമിച്ചുകൊണ്ടിരുന്നത്? ഇവിടെ വർഗീയമായ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്ന് പറയുന്ന 2 സമുദായങ്ങളെ രണ്ടായിട്ട് കാണാൻ വേണ്ടി തന്നെയാണ് ഇവിടെ UDF നമ്മളെ പഠിപ്പിച്ചത്. അല്ല മതേതരത്വം നാഴിക്ക് 40 വട്ടം വിളിച്ചു പോയിട്ടും കാര്യമില്ല. ഇവിടെ പിന്നെ വയനാട് പോലെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരൊറ്റ സീറ്റ് പോലും കിട്ടാതെ പോയതിന് കാരണം എന്താ? LDF അവിടെ വയനാട്ടുകാർക്ക് ഗുണം ചെയ്യാത്തതുകൊണ്ടാണോ അവിടെ സീറ്റ് കിട്ടാതെ പോയത്? അല്ല, അത് ഗുണം ചെയ്യാത്തതുകൊണ്ടല്ല സീറ്റ് കിട്ടാതെ പോയത്. അവിടെ ആ ഗുണം കിട്ടിയതിനേക്കാൾ വലിയ തോതിൽ അവിടെ വർക്കൗട്ട് ആയത് അവിടുത്തെ വർഗീയതയാണ്, അവിടുത്തെ ന്യൂനപക്ഷ വോട്ടിന്റെ കേന്ദ്രീകരണമാണ്. അതാണ് അവിടെ വയനാട്ടിൽ സംഭവിച്ചത്. അപ്പോൾ അത് സംഭവിച്ചുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LDFന് മാരകമായ രീതിയിൽ പരാജയപ്പെടേണ്ടി വന്നു. ഈ പറഞ്ഞ പിന്നെ എന്താ പറയുക, IC ബാലകൃഷ്ണനല്ലേ പിന്നെ മറ്റേ കേസിലെ പ്രതി, NM വിജയൻ മരണപ്പെട്ടതും അദ്ദേഹത്തിന്റെ മകൻ മരണപ്പെട്ടതുമായ കേസിലെ പ്രതിയല്ലേ IC ബാലകൃഷ്ണൻ. എന്നിട്ട് IC ബാലകൃഷ്ണൻ ജയിച്ചില്ലേ ബത്തേരിയിൽ? എങ്ങനെ ജയിച്ചു? ആരുടെ വോട്ട് കൊണ്ട് ജയിച്ചു? ന്യൂനപക്ഷത്തിന്റെ വോട്ട് കൊണ്ട് ജയിച്ചു അല്ലേ? ടി സിദ്ദിഖിനെ ന്യൂനപക്ഷ വോട്ടേ കിട്ടൂ, അതുകൊണ്ട് ജയിച്ചു. വയനാടെന്ന് പറയുന്ന മണ്ഡലത്തെ കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്ന ഈ മുസ്ലിം ലീഗിന്റെ വോട്ടുകളും ന്യൂനപക്ഷ വോട്ടുകളുമാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. ഇപ്പൊ ഇടയ്ക്ക് പറഞ്ഞു കേട്ടല്ലോ, മുസ്ലിം ലീഗ് കടുംപിടുത്തം പിടിച്ചത് കൊണ്ടാണ് VD സതീശനെ ഇവിടെ MLA മുഖ്യമന്ത്രിയാക്കിയെന്ന്. കാരണമുണ്ട്. പിന്നെ രാഹുൽ ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടാവണം,
നിങ്ങൾ ഇനി അങ്ങ് വയനാട്ടിലോട്ട് കാണിച്ചു തരാമെന്ന്. വയനാട്ടിൽ അമേഠിയിൽ നിന്ന് പരാജയപ്പെട്ടു പോകുന്ന പിന്നെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ജയിക്കണമെങ്കിൽ വയനാട്ടിൽ വരണം. കാരണം എന്താ, ഇവിടെയാ മുസ്ലിം വോട്ട് കിടക്കുന്നത്. ആ മുസ്ലിം വോട്ട് കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും പിന്നെ പ്രിയങ്ക ഗാന്ധിയും ജയിച്ചു പോകുന്നത്. അപ്പൊ ഈ ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവണം. അതുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഇനിയോ ദൈവം ഇനി അങ്ങോട്ട് പോയാൽ അവിടെയും ജയിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമല്ലോ എന്ന് സ്വാഭാവികമായിട്ട് കരുതിയത്. ഇതാണ് അവസ്ഥ. അപ്പം അതുകൊണ്ട് തന്നെ ഹർഷീനയെ പോലെ ഒരാളെ അവിടെ പോസ്റ്റ് ചെയ്തു. ഹർഷീനയുടെ മതം ആർക്കും ബോധ്യപ്പെടുമല്ലോ. ഈ ഹർഷീനെ ആണല്ലോ പ്രധാനമായിട്ടും കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. ഈ താരപ്രചാരക എന്ന് പറയുന്ന ഒരാൾ ഹർഷീനയായിരുന്നു. ഹർഷീനയ്ക്ക് രാഷ്ട്രീയമുണ്ടോ നിലവിൽ നോക്കുമ്പോൾ? ഇല്ലെന്ന് പറയാം. പക്ഷെ ഹർഷീനയ്ക്ക് രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതാ ന്യൂനപക്ഷ രാഷ്ട്രീയമായിരുന്നു. അതിന്റെ ഗുണം UDF നേടിയെടുക്കാനും സാധിച്ചില്ലേ? അപ്പം ഉദ്ദിഷ്ട കാര്യലബ്ധിക്ക് ഉപകാര സ്മരണ എന്നുള്ള നിലയിലാണ് കൊടുത്തത്. ഉഷ ജോസഫിനെ കൊണ്ട് ഈ പറയുന്ന നാട് മുഴുവൻ നടന്നിട്ട് വല്ല പ്രയോജനമുണ്ടോ? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് അവിടെ നിന്ന് 10 വോട്ടെങ്കിലും UDF വേണ്ടിയിട്ട് പിടിക്കാൻ പറ്റുമോ അവരെ കൊണ്ട്? ഇല്ല. മഹേഷിനെ കൊണ്ട് ഇനിയും വല്ല കാര്യമുണ്ടോ? അതുമില്ല. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പിന്നെ ഇത് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. അതുകൊണ്ട് ഹർഷീനയ്ക്ക് കൊടുത്തു. പക്ഷേ ഇവിടുത്തെ കേരളത്തിലുള്ള ജനങ്ങളുടെ ആരോഗ്യസ്ഥിതി പോകുന്ന അറിയുന്നില്ല. പനി ക്ലിനിക്കുകളില്ല. അവിടെ ഇനിയിപ്പോ സംഭവിക്കാൻ പോകുന്ന കാര്യം തുടക്കം ഇങ്ങനെ പാളിപ്പോയി. ഏതൊരു വകുപ്പും തുടക്കത്തിലാണ് അതിന്റെ ഒരു ഫുൾ സ്ട്രെങ്ത് നമ്മൾ കാണിക്കേണ്ടത്. ഇപ്പം രോഗികളുടെ എണ്ണത്തിൽ ഇത് ചെയ്യുക, അല്ലെങ്കിൽ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക, കൃത്യമായ രീതിയിൽ അതിനെ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു രീതി ഇവിടെ ഉണ്ടാവണം. അതില്ലാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞ് പനി ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ആവശ്യം വരില്ല. കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ വരുന്നത്. ആലപ്പുഴ മേഖലകളിലൊക്കെ ചിക്കൻ ഗുനിയയും ഡെങ്കി ഫീവറും എലിപ്പനിയും പടർന്നു പിടിക്കാനുള്ള സാഹചര്യമല്ലേ ഒരുങ്ങുന്നത്. വെള്ളക്കെട്ടുകൾ വരാൻ പോവാണ്. അപ്പൊ ഇതിനൊക്കെ എന്ത് പ്രതിവിധിയാണെങ്കിലും ഏത് തരത്തിലാണ് ഇത് പ്രതിരോധിക്കപ്പെടേണ്ടത്? എവിടെയെങ്കിലും ഒരു പ്രതിരോധ സംവിധാനം ഉണ്ടാണ്. ഇപ്പോൾ ഓളവൈറൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയും ഒരുപാട് പ്രതിസന്ധികളിലേക്ക് പോകാൻ പോവാണ് നമ്മുടെ നാട്. മഴക്കാലം എത്തിക്കഴിയുമ്പോഴേക്കും മഴക്കാല ജന്യ രോഗങ്ങൾ തന്നെയാണ് അത് പറയുന്നത്. അപ്പോൾ അതിനൊക്കെ ഏതൊരു തരത്തിലാണ് ഇതിനെ മാനേജ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും പൊതുജനത്തിന് യാതൊരു ചിന്തയില്ല. സർക്കാർ പുതിയതാണെന്ന് പറഞ്ഞിട്ടും മഴ പെയ്യാതിരിക്കുമോ? മഴക്കാല രോഗങ്ങൾ വരാതിരിക്കുമോ? ഇല്ല. അപ്പം സർക്കാർ പുതിയതായതുകൊണ്ടോ സർക്കാർ സംവിധാനങ്ങൾ പുതിയതായതുകൊണ്ടോ കാര്യമില്ല. വളരെ കൃത്യമായി ഒരു അടച്ചുറപ്പോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരിനെയാണ് ആവശ്യം. അത് തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ആ തുടക്കത്തിൽ മനസ്സിലാക്കത്തക്ക തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും ഇവിടെ നമ്മുടെ മുന്നിലേക്ക് നമ്മുടെ സർക്കാർ തരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം.